ഐഫോണിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതാ മലയാളത്തിൽ. അപ്പം DPDയുടെ കൊറിയർ ബോക്സ് ആണ്. ഇതിനകത്താണ് നമ്മുടെ iPhone 17 Pro Max നമ്മുടെ കയ്യിലോട്ട് എത്തിയിരിക്കുന്നത്. നമ്മളത് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ബോക്സിനകത്താണ്. ഒരു സ്വല്പം താമസിച്ചുകൊണ്ട് നമുക്കൊരു ഗിഫ്റ്റ് കൂടെ വെച്ചിട്ടുണ്ടെന്ന് കറീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് തുറക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്കിത് അവർ ഗിഫ്റ്റായിട്ട് വെച്ചിരുന്നതാണ് എയർപോഡ്. വളരെയധികം അഭിമാനം തോന്നുന്നു ഇത് കയ്യിലിരിക്കുമ്പോൾ തന്നെ. വർഷങ്ങളായിട്ട് 2013 തൊട്ട് ഐഫോണാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടിയ വിലയ്ക്കുള്ള ഐഫോൺ ഇതാണ് ആദ്യമായിട്ട് കയ്യിലോട്ട് എത്തുന്നത്. അൺബോക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ അവരത് അതിൻ്റെ ഒരു സിമ്മ് തന്നിട്ടുണ്ട്. ഇത് അൺലിമിറ്റഡ് എവറിത്തിങ് അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. വോഡാഫോണിൻ്റെ സിമ്മാണ്. ഓക്കെ, ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ എയർപോഡ് ഇതിന് 100 പൗണ്ട് വിലയുള്ളതാണ്. നമുക്ക് ഇത്രയും താമസിച്ചുകൊണ്ടാണ് അവരെൻ്റെ ഗിഫ്റ്റ് കൂടെ വെക്കാമെന്ന് പറഞ്ഞു. 19-ാം തീയതി തരാമെന്ന് പറഞ്ഞതാണ്. ഇന്നാണ് ഇത് കയ്യിലോട്ട് കിട്ടുന്നത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ എക്സൈറ്റഡോടുകൂടിയാണ് ഇത് കാണുന്നതിന് വേണ്ടി. ഇതിൻ്റെ ബ്ലൂ കളർ നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തു. ഓറഞ്ച് കളറിന് വേണ്ടിയാണ്. ഇതാ നിങ്ങൾ ആദ്യം കാണാം, അത് കഴിഞ്ഞ് ഞാൻ കാണാം. അതിനകത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുള്ള സംഭവങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ തന്നെ ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴത്തെ കാലത്ത് ആരും ഉപയോഗിക്കാറില്ല. അത്രയും കൂടെ അവർ വെയിറ്റ് കുറച്ചു. ഇതിനകത്ത് കണ്ട് ഇതൊന്നും ഞാൻ തുറക്കുന്ന പോലുമില്ല. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ചാർജിങ് കേബിളുണ്ട്, അതുപോലെ സിമ്മ് കുത്തിയെടുക്കുന്ന സൂചിയുണ്ട്. ഓക്കെ, ഇപ്പോൾ ടൈറ്റാനിയം മാറി അലൂമിനിയം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ പിന്നീട് നമുക്ക് ഫുൾ ലെന്ത് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യാം. ഇത് ക്യാമറയുടെ സൈസ് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഇവിടം വരെ വരാറുള്ളൂ, അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയും വലുപ്പം കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ക്യാമറയുടെ ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ നമ്മൾ 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാമെന്ന് തോന്നുന്നു. ഓണാക്കി നോക്കാം. ഞാനിതുവരെ ഓണാക്കിയിട്ടില്ല. ഓക്കെ, ആപ്പിളിൻ്റെ ലോഗോ വന്നു. ഓക്കെ, അത് ഓണായി വന്നു. ഹലോ പറഞ്ഞു. ഹലോ ആപ്പിൾ. ഈ പ്രാവശ്യം മലയാളം ലാംഗ്വേജും ഇതിനകത്തുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ആരോ യൂട്യൂബേഴ്സ് ഇട്ടേക്കുന്നത് കണ്ടു. നമുക്ക് എല്ലാ ലാംഗ്വേജും ഇങ്ങനെ മാറി വരുന്നിടം വരെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ലെങ്ത് കൂടിപ്പോവും. അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മളിത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളറ് ആദ്യമായിട്ടാണ് ഇവർ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓറഞ്ച് കളറ് വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം താമസിച്ചത്. അതിന് നമുക്ക് ഒരു ഗിഫ്റ്റായിട്ടൊരു താമസിച്ച് തന്നതിന് ഗിഫ്റ്റായിട്ടൊരു എയർപോഡ് തന്നിട്ടുണ്ട്. അതിനും താങ്ക്സ്. അപ്പം ഇത് വളരെയധികം അഭിമാനത്തോടാണ് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലൊരു ഫോൺ എൻ്റെ കയ്യിലോട്ട് എത്തിച്ചു തന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഇതിന് പങ്കുണ്ട്. ഈ ഫോണിലാണ് ഇനിയുള്ള വീഡിയോകളൊക്കെ വരാൻ പോകുന്ന അടുത്ത ആഴ്ച മുതലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.